ഹായ് മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ആരോഗ്യ ആയുസ്സും ആഫിയത്തും ഉണ്ടാവട്ടെ. അതേപോലെ എനിക്കും എൻ്റെ കുഞ്ഞു മക്കൾക്കും നല്ലത് വരാൻ വേണ്ടി നിങ്ങളും ദുആ ചെയ്യണം മക്കളെ. പിന്നെ എന്തെല്ലാം ഉണ്ട്, മോളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ മോൾക്ക് ബ്ലഡൊന്നും തീരെ എടുക്കാൻ പറ്റണില്ല. ബ്ലഡ് എടുക്കാൻ എന്താ 2-3 ദിവസം കഴിയണം, ഭക്ഷണമൊക്കെ കഴിച്ചൊന്ന് ഉഷാറാവണം. എന്താ അറിയില്ല, ടെൻഷൻ ആയതുകൊണ്ട് എൻ്റെ മോൾക്ക് തീരെ ബ്ലഡ് എടുക്കാൻ പറ്റണില്ല. അങ്ങനെ നമ്മൾ എന്താക്കിയെന്ന് പറയാം, തിരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് ഹോട്ടലിലൊക്കെ കയറി കുറച്ച് ജ്യൂസും അതും ഇതൊക്കെ കുടിച്ചൊക്കെ വാങ്ങി കൊടുത്തതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാളുണ്ട്, ഫോക്കസ് മാൾ എന്നുണ്ട്. അവിടെ നല്ല ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞപ്പം നമുക്ക് ഫോണിലേക്ക് മെസ്സേജൊക്കെ വരും. അപ്പോൾ വെറുതെ ഒന്ന് ഞാൻ അവിടെ കയറി വെക്കാമെന്ന് പറഞ്ഞ് മോളെയും കൂട്ടി കയറിയതാണ് മക്കളെ. പക്ഷേ ഓളെ എൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഓളെ താങ്ങി ഞാൻ നടക്കണം. കാരണം ബാക്കിൽ ബാക്കിൽ തന്നെ ഞാൻ ഉണ്ടാവണം. അതൊക്കെ 50%, 30% നല്ല ഓഫറുകളാണ്. നല്ല നല്ല ബ്രാൻഡഡ് സാധനങ്ങളാട്ടോ മക്കളെ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ ഏതായാലും വേണ്ടിയില്ല ഒന്ന് കയറി നോക്കി. ആ കുട്ടിക്ക് 2-3 ബനിയനൊക്കെ വാങ്ങി, അത്രയേ ഉള്ളൂ. അപ്പം എൻ്റെ മോളിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. ഞാനിങ്ങനെ ഓരോന്ന് നോക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒക്കെ പറ്റണതൊക്കെ എടുത്തോട്ടെ വെച്ചിട്ട് ഓളതൊന്നും എടുക്കാൻ നോക്കണം. ഇങ്ങനെ നോക്കുന്നുണ്ട്. അതന്നെ, അത് വേണമെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, ഇത് വേണമെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, അങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും വേണ്ടിയില്ല. അപ്പം ഈ ഫോക്കസ് മാളിൻ്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ ഒരു ലുലു തുറന്നിരിക്കുന്നത്. ഹൈപ്പർ മാർക്കറ്റ് ലുലുവിൻ്റെതാണ് ഉള്ളത്. ആദ്യത്തെ വേറെ ആയിരുന്നു, അത് ഒഴിവായി ഇപ്പം ഹൈപ്പർ മാർക്കറ്റ് വന്നിരിക്കുന്നത് ലുലുവിൻ്റെത്. അതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ആദ്യം ഫോക്കസ് മാളിൽ കുറച്ച് നല്ല തിരക്കുള്ള ഫോക്കസ് മാൾ ഇനി അത് പിന്നെ തിരക്കില്ലാതായി. ഇപ്പോൾ അതാ തിരക്ക് ലുലു വന്നതോടുകൂടെ തിരക്ക് കൂടിക്കുന്നു. അങ്ങനെയൊക്കെയാണ് മക്കളെ. നല്ല ഓഫറും കാര്യം ലുലുവിൽ അവിടെ ഉണ്ടാകുന്ന അതേ ഓഫറും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ലുലുവിൻ്റെ എല്ലാ സ്ഥലത്തും ഒരേ ഓഫറും കാര്യങ്ങളും തന്നെയാണ് മക്കളെ. അങ്ങനെ കുറേ അതും ഇതൊക്കെ നോക്കി, അവിടെ നോക്കി, ഇത് നോക്കി. പിന്നെ എന്താണെന്ന് അറിയാം, അവർക്ക് ചെരുപ്പ് നോക്കണം നോക്കി, ബാഗ് നോക്കി, എല്ലാം നോക്കി മക്കളൊക്കെ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല 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 കമ്മീസുമായിട്ട് നല്ല സാധനങ്ങൾ, നല്ല പൊളി സാധനങ്ങളൊക്കെ ബ്രാൻഡഡാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. 1000, 2000, 3000 ഒക്കെ വില വരുന്നതൊക്കെ നല്ല പകുതി. എൻ്റെ മോള് ക്ഷീണിച്ച് അവിടേക്ക് ഒരു സ്റ്റൂളൊക്കെ ഇട്ടുകൊടുത്ത് അവിടെ ഇരുത്തിച്ച്, ഇവിടെ ഇരിക്കും മോള്, അമ്മ ഒന്ന് നോക്കിക്കാട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രണ്ടാമത് വന്നു. ഒരു പാൻറ് ഉണ്ട്, പുള്ളി പാൻറ്. ഞാൻ പറഞ്ഞു നല്ല രസമുണ്ട് കാണാൻ, എനിക്ക് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി വേണ്ടാന്ന് പറഞ്ഞിട്ട്, അല്ലാതെ വർത്താനം പറയാനൊന്നും ഒരു ഉഷാറ് കിട്ടണില്ല. ഒന്നാമത് എന്താ അറിയില്ല, ക്ഷീണം കൊണ്ടായിരിക്കും. അങ്ങനെ ഞാൻ തൊട്ടടുത്ത് അവിടെ ഉണ്ട്, നമുക്ക് ജ്യൂസൊക്കെ കുടിക്കുക എന്നാലെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം ഇതൊക്കെ നോക്കിയപ്പോൾ അവൾ പറഞ്ഞ് ചെരുപ്പ് നോക്കുകയാണ്. ചെരുപ്പ് എത്ര കിട്ടിയാലും അവൾക്ക് മതിയാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞു അങ്ങനെ ചെറുതൊക്കെ മക്കളെ ചെറിയ കുട്ടികൾ ഉടുപ്പുകളൊക്കെ. അപ്പോൾ കമ്മൽ കാര്യങ്ങളൊക്കെ ഒരു സെറ്റിൽ 12 എണ്ണം ഉണ്ടാവും മക്കളെ. പല മോഡൽ 199 ഉറുപ്പ്യക്ക് ഒന്നിന് തന്നെ 100, 150 ഉറുപ്പ്യ കൊടുക്കണം. അങ്ങനത്തെ നല്ല അടിപൊളി സംഗതികളൊക്കെ ഓഫറിനാണ് കേട്ടോ മക്കളെ ഇവിടെ നിന്നുള്ളത്. പല കമ്മലുകളും പല മോഡലുകളുണ്ട്. ഒക്കെ ഒരു സെറ്റിൽ 12 എണ്ണം 20 എണ്ണം ഒക്കെ ഉണ്ടാവും. അതിനാണ് ഇപ്പം ഈ 199 ഉറുപ്പ്യ വില. സാധാരണ ഒരു കമ്മലയിൽ നിന്ന് എടുത്താൽ തന്നെ 199 വേണം. ഓഫറിന് വെച്ചതാണൊക്കെ മക്കളെ. ഫോക്കസ് മാളിലാണ്, നല്ല അടിപൊളിയാണ്. പിന്നെ മാക്സിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മക്കളെ. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് വാങ്ങിക്കോളി. പറ്റുന്ന ഇഷ്ടപ്പെടുന്നവരൊക്കെ വാങ്ങിക്കോളി. അല്ലാത്തവർക്ക് അങ്ങോട്ട് തിരിച്ച് പോയാലും മതിയല്ലോ. ഒന്ന് വന്ന് നോക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകതകളൊന്നും ഇല്ല മക്കളെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സലേറ്ററിന്മേൽ കയറി നമ്മൾ കുറച്ചൊന്നും അവിടേക്ക് ഇവിടേക്കൊക്കെ നടന്ന് പോകാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഓൾക്ക് എവിടേക്കും പോകാണ്ട്, അവൾ ഇറങ്ങി മതി വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വെള്ളം ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ എക്സലേറ്ററിന്മേൽ താഴത്തേക്ക് തന്നെ ഇറങ്ങുകയാണ് വെള്ളം കുടിക്കുക വെച്ചിട്ട്. എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എൻ്റെ മോളും. ഞാൻ വിട്ടിട്ടൊന്നും നടക്കണില്ല, കാരണം എൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. അഥവാ എന്താ വയ്യായൊക്കെ വരികയാണെങ്കിലോ വിചാരിച്ചിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറി. അവിടുന്ന് ഒരു വെജിറ്റബിൾ സാൻഡ്വിച്ചും ഒരു ചിക്കൻ വേറെ എന്തോ ഒരു സംഗതിയും കൂടി ഉണ്ടായിന്. അത് രണ്ടും എടുത്തവിടെ വെച്ച്. അപ്പോൾ രണ്ടും എടുത്തപ്പോൾ ഞാൻ എന്നാൽ ഈ എടുത്തോന്ന് പറഞ്ഞാൽ നമുക്ക് എടുത്ത് കൊടുത്തു. പക്ഷേ ഓളത് തിന്നില്ല. എനിക്ക് വേണ്ടാന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു തിന്ന മോളെന്ന് പറഞ്ഞിട്ട് വേണ്ടാന്ന്. അങ്ങനെ താല്പര്യമില്ല എന്ന് കൈ കൊണ്ടതാ കാണിക്കില്ല. തിന്നു നോക്കെന്ന് പറഞ്ഞിട്ട് വേണ്ട. പിന്നെയും 2-3 പ്രാവശ്യം പറഞ്ഞപ്പോൾ പ്ലേറ്റിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് നീക്കി തന്ന്. എനിക്ക് വേണ്ടായിട്ടാണ്. ഞാൻ പറഞ്ഞെല്ലാം കൂടി എനിക്ക് തിന്നാൻ കഴിയില്ല, നമുക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. നല്ല ഭംഗിയുണ്ട് മക്കളെ. പൂവാണ് കണ്ടായിരിക്കും ശരിക്കുള്ള പൂവാണ്. എന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളാട്ടോ. അങ്ങനെ അവിടെ വെച്ചിരുന്ന അവസാനം ഞാൻ പറയുന്നത് കവറിലാക്കി കൈമ പിടിക്കുക, നമുക്ക് വീട്ടിൽ പോയിട്ട് മക്കൾക്കായിരിക്കും കൊടുക്കുക. അല്ലാതെ അപ്പോൾ ആരാ തിന്നാനുള്ള. അപ്പം എല്ലാം കൂടി അതാ ഒന്ന് ചെറിയ കഷ്ണം കടിച്ച് അവിടെ വെച്ച്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി ഒരു കവറിലാക്കിയിട്ട് കൊണ്ടുപോകല്ലാതെ നിവർത്തിയില്ലേ കുട്ടികളെ, കാരണം നോക്കുക ഏതായാലും വേണ്ട. അങ്ങനെ നമ്മൾ സംഗതികളൊക്കെ വാങ്ങി. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് വീഡിയോ എടുക്കുക, ഞാനതങ്ങനെ നടക്കുന്ന വീഡിയോ ഒന്ന് എടുക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അതൊക്കെ പിടിച്ച് നിന്ന് ഞാൻ പറഞ്ഞു ഒന്ന് എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അധികമല്ല, ഇത്തിരി നേരം വരെ എടുത്ത്.
പിന്നെ ഞാൻ പറഞ്ഞു എന്നാൽ മതി എടുക്കണ്ടായിരുന്നു. ഞാൻ ആ പച്ചക്കറീൻ്റെ മാർക്കറ്റിൻ്റെ ആ ഒരു പച്ചക്കറീൻ്റെ ഒരു സൈഡ് ഉണ്ട്, ആ സൈഡിൽ അവിടെ വെച്ച് കൊടുത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ ഞാൻ തന്നെ എടുത്ത് മക്കളെ. കാരണം ഈ ഏതായാലും എടുക്കണില്ലല്ലോ ഞാൻ തന്നെ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മീനൊക്കെ നോക്കാൻ വേണ്ടി പോയി. ചിക്കനൊക്കെ നല്ല റേറ്റാണ് കേട്ടോ മക്കളെ. അപ്പം മീൻ നോക്കാൻ വേണ്ടി പോയി. നല്ല അടിപൊളി മീനുണ്ട്, ചെമ്മീനുണ്ട്, മത്തിയുണ്ട്, നല്ല ഉരുണ്ട മത്തിയുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ഉരുണ്ട മത്തിയും വാങ്ങി, പിന്നെ കുറച്ച് ചെമ്മീനും വാങ്ങി. ചെമ്മീനാണ് മക്കൾക്ക് പൊരിക്കാൻ ഇഷ്ടം, അപ്പോൾ ചെമ്മീനും വാങ്ങി മത്തിയും വാങ്ങി. അങ്ങനെയൊക്കെയാണ് മക്കളെ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് വിചാരിക്കുന്നത്. മനസ്സിന് സമാധാനം എന്ന് പറയുകയാണെങ്കിൽ ഒക്കെ ഉണ്ട്, എന്നാലും സമാധാനക്കേടുമാണ്. കാരണം ഹംദാനും ഹനാനൊക്കെ സ്കൂൾ വിട്ടുവരാനാകുമ്പോഴത്തേക്ക് വേഗം പുരയിലേക്ക് എത്തും വേണം. അപ്പം ഓള് പറയുന്നത് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങി കൊടുത്തിട്ട് ഒന്നും കുടിച്ചതുമില്ല. പക്ഷേ ബ്ലഡ് എടുക്കാൻ പറ്റാത്തൊരു ടെൻഷനിലാണ് ഞാനിപ്പം. ബ്ലഡ് കൊണ്ട് എടുക്കാൻ പറ്റണില്ല. കുറേ ഒരു 3-4 പ്രാവശ്യം സ്ഥലത്ത് കുത്തി എൻ്റെ മോളെ ശരീരത്തിൽ വേദന ആകുക എന്നല്ലാതെ ബ്ലഡ് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു പറഞ്ഞ് ഞരമ്പുകൾക്കൊക്കെ ക്ഷീണം ബാധിച്ചിട്ടാണ്. നല്ലോണം ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുക്കട്ടെ, എന്നിട്ട് ശേഷം നിങ്ങൾ നാളെ മറ്റന്നാളെ പോരി, എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാ, അപ്പം ഞാൻ അങ്ങനെ ചെയ്യാം മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം തന്നെ ഒരു മുസമ്പിൻ്റെ ജ്യൂസ് വാങ്ങി കൊടുത്ത് അത് കുടിച്ച്. പിന്നെ ഒരു പറഞ്ഞ് പിന്നെ മോള് പറഞ്ഞ് എനിക്ക് ഇനി ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോയാൽ മതി. ഓക്ക് കിടക്കണം, ഓക്ക് മുണ്ടാതെ കിടക്കുക. ഓക്ക് അവിടേക്ക് പോയി കഴിഞ്ഞാലും എൻ്റെ മോള് പറയണതൊക്കെ ഭയങ്കര ഉഷാറാണ്. അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നൊക്കെ കളിക്കും. അതാണെങ്കിൽ ആ തള്ള സമ്മതിക്കില്ല മക്കളെ. അത് അമ്മാതിരി വെറുപ്പിക്കുന്ന ഒരു സാധനമാണ്. എന്ത് ചെയ്യാനാണ്? എല്ലാം കൊണ്ട് ചിലപ്പോൾ ഓരോരോ മക്കൾക്ക് അള്ളാഹു ഓരോന്ന് ഏകിയിട്ടുണ്ട്. എൻ്റെ മോൾ ഒരുപാട് സന്തോഷത്തിലും സുഖത്തിലും ജീവിച്ച മോളാണ്. ആ മോളാണ് ഇപ്പം ഇങ്ങനൊരു ദുഃഖത്തിലേക്ക് വന്നിക്കുന്നത്. ഒരുപാട് സന്തോഷത്തിലാണ് എൻ്റെ മോള് ജീവിച്ചിരുന്നത്. എല്ലാ കാലവും എല്ലാം ഒരേമാതിരി ആവൂല മക്കളെ. എല്ലാം ഇപ്പം എന്ത് പറയാം. നല്ല ചെമ്മീൻ കണ്ടങ്ങൾ, നല്ല ചെമ്മീൻ. ഇതിൽ 1 കിലോ ചെമ്മീനും വാങ്ങി ഞാൻ. പിന്നെ ഒരു 500 മത്തിയും വാങ്ങി. അങ്ങനെയൊക്കെയാണ് മക്കളെ. നല്ല ചെമ്മീൻ പറഞ്ഞാൽ നല്ല എന്താ പറയുക, നല്ല തോലൊക്കെ പെട്ടെന്ന് പൊളിയാൻ പറ്റിയ സൈസ് ചെമ്മീനാണ് കേട്ടോ. കുട്ടിയൊക്കെ എന്താ ചെയ്തെടുക്കാച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ എന്താ ഇപ്പോൾ ഞാൻ പറയേണ്ടത്, ഒന്നും എനിക്കൊരു പിടുത്തം കിട്ടാത്ത മാതിരിയാണ് മക്കളെ. മനസ്സിനൊരു സമാധാനം ഇല്ലാത്തതാണ്. എൻ്റെ മോള് സന്തോഷത്തിൽ കഴിഞ്ഞാൽ തന്നെ പകുതിയിലേറെ സമാധാനമാണ് മക്കളെ. മോൾക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ ഓള് പറയും ആ സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണെന്ന് തൊള്ളോണ്ട് പറയുന്നതിനെ കൊണ്ട് കാര്യമായില്ല. അത് കഴിഞ്ഞ് പുറത്തുണ്ട് ഐസ്ക്രീമിൻ്റെ, ഫോക്കസ് മാളിനുള്ളിൽ തന്നെ ഐസ്ക്രീമിൻ്റെ ഒരു കട ഉണ്ട്. അവിടെ കയറിയിട്ട് എനിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐസ്ക്രീം തിന്നോട്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തൊണ്ടവേദന കാണും നല്ലതൊന്നല്ല മോളെ എന്ന് പറഞ്ഞ്. അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ടൊരു കോൺ ഐസ്ക്രീം, എന്താണ് അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല മക്കളെ. എന്തോ സ്പാനിഷ് എന്തോ പറഞ്ഞ് അങ്ങനെ എന്തോ ഒരു ഐസ്ക്രീമാണ്, അത് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വാങ്ങിക്കൊടുത്ത് അതിങ്ങനെ വാങ്ങി അത് തിന്നാനിരിക്കുന്നുണ്ട് മക്കളെ. അതും പിടിച്ചിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് എത്ര നേരം വരെ തിന്ന് കഴിയാന്നൊന്നും അറിയില്ല, അതേ ഇരിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളെ. ഒന്നും പറയണ്ട. എനിക്ക് വേണമെന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ സാധാരണ ഐസ്ക്രീമും ഐസും ഒക്കെ കണ്ടാൽ എനിക്കും വലിയ ഇഷ്ടമാണ്, മധുരവും കാര്യം